സാധാരണ ശ്രീകോവിലിന്റെ 3.5 അടി വലിപ്പമുണ്ട് ഇവിടത്തെ വലിയ വട്ട ശ്രീകോവിലിന്. കേരളത്തിൽ അണ്ഡാകൃതിയിലുള്ള ഏക ശ്രീകോവിലുകളിൽ ഒന്നാണിത്. കരിങ്കല്ലിൽ തീർത്ത ഈ ശ്രീകോവിലിന്റെ ശില്പി ഉളിയന്നൂർ പെരുന്തച്ചനാണെന്ന് വിശ്വസിച്ചു വരുന്നു. പിൻകാലത്ത് വടക്കൻകൂർ രാജവംശത്തിന്റെ കാലത്ത് തഞ്ചാവൂരിൽ നിന്നു വന്ന വിശ്വകർമ്മജർ ഇത് പുനർനിർമ്മിക്കുകയുണ്ടായി. ഏകദേശം 200 അടി ചുറ്റളവുള്ള ഈ ശ്രീകോവിലിന് ഒരു നിലയേ ഉള്ളൂ, അതും ചെമ്പുമേഞ്ഞിരിക്കുന്നു. ശ്രീകോവിലിന് മുകളിൽ സ്വർണ്ണ താഴികക്കുടം ശോഭയോടെ തലയുയർത്തി നിൽക്കുന്നു. ശ്രീകോവിലിന് 2 മുറികളുണ്ട്. അവയിലേക്ക് കടക്കാൻ 6 പടികളും. പടി 6 കടന്നു ചെല്ലുമ്പോൾ ശിവഭഗവാനെ കാണാനാകും. ശ്രീകോവിലിലെ 2ാമത്തെ മുറിയായ ഗർഭഗൃഹത്തിൽ 2.5 അടിയോളം പൊക്കമുള്ള പീഠത്തിൽ 6 അടിയിലധികം പൊക്കം വരുന്ന അതിഭീകരമായ ശിവലിംഗം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. സദാശിവ സങ്കല്പത്തിലുള്ളതാണ് ഈ പ്രതിഷ്ഠ. ശാന്തഭാവം നിറഞ്ഞ ഭഗവാൻ ഇവിടെ ശിവലിംഗ രൂപത്തിൽ കിഴക്കോട്ട് ദർശനമായി വാഴുന്നു. അനാദികാലം മുതലുള്ള പൂജകൾ ഏറ്റുവാങ്ങി സംതൃപ്തനായ ഭഗവാൻ ഇവിടെ ഒരു ദിവസം 3 ഭാവങ്ങളിൽ ദർശനം നൽകുന്നു. രാവിലെ സകുല മുനിഗണങ്ങളാലും വന്ദിതനും പ്രപഞ്ചത്തിന്റെ ആദിഗുരുവുമായ ദക്ഷിണാമൂർത്തിയായും, ഉച്ചയ്ക്ക് അർജുനനെ പരീക്ഷിച്ച് പാശുപതാസ്ത്രം നൽകി ശാന്തനാകാൻ അവതരിച്ച കിരാതമൂർത്തിയായും, വൈകിട്ട് കൈലാസത്തിലെ രത്നപീഠത്തിൽ പാർവതി ദേവിയോടൊപ്പം മടിയിൽ ഗണപതിയെയും സുബ്രഹ്മണ്യനെയും ഇരുത്തി ദർശനം നൽകുന്ന രാജരാജേശ്വരനായും, രാവിലത്തെ ദർശനം കൊണ്ട് വിദ്യാലാഭവും, ഉച്ചത്തെ ദർശനം കൊണ്ട് ശത്രുനാശവും, വൈകിട്ടത്തെ ദർശനം കൊണ്ട് കുടുംബ സൗഖ്യവും ലഭിക്കുമെന്നാണ് വിശ്വാസം.